നമ്മളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും പ്രായവും ബ്രെയിനിനും പ്രായമാവും. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പ്രായമായ ആളുകൾക്ക് ഉണ്ടാകുന്ന ഓർമ്മക്കുറവും മറ്റു കാര്യങ്ങളൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഷോർട്ട് ടേം മെമ്മറീസ് കുറയും. അവരുടെ ബ്രെയിനിലെ ഫ്രണ്ടൽ ലോബിലെ ഗ്രേ മാറ്റർ ഡിക്രീസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ന്യൂറോ സയൻസ് പറയുന്നുണ്ട് ബ്രെയിനിൻ്റെ ഈ ഏജിങ് പ്രോസസ്സ് നമുക്ക് ഡിലേ ചെയ്യാൻ കഴിയും എന്ന്. എങ്ങനെ? പല ഹോബീസൊക്കെ ചെയ്ത് ബ്രെയിനിനെ കൂടുതൽ ആക്റ്റീവ് ആക്കിക്കൊണ്ട്. ഹോബീസ് ഹെൽപ്പ് us ഗ്രോ ആസ് എ പേഴ്സൺ. പുതിയൊരു ഹോബി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കുക എന്നതാണ്. നമ്മളെല്ലാവരും യുണീക്കാണ്. അതുകൊണ്ടാണ് ആളുകളുടെ ഹോബീസും ഇൻട്രസ്റ്റുകളും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതും. വൺസ് നമുക്ക് പാഷനറ്റ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ പറയുന്ന ഹോബീസൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലർക്കും അതിന് കഴിയാറില്ല. ചിലർക്ക് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പോയി പഠിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള നല്ലൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഹോബീസൊക്കെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലാസ്. യെസ്, ഒരൊറ്റ പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ലൈഫ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ഹോബി ക്ലാസ്സസ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലാസ്. 3 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡാൻസ്, പാട്ട്, കുക്കിംഗ്, യോഗ, ആർട്ട് അങ്ങനെ ഒരുപാട് ഹോബീസ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അതും ഈ ക്ലാസ്സസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്പേർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ്. ഡാൻസ് ഇന്ത്യ ഡാൻസ് വിന്നറായിട്ടുള്ള സൽമാൻ യൂസഫ് ഖാൻ, മാസ്റ്റർ ഷെഫ് ഇന്ത്യ വിന്നറായിട്ടുള്ള റിപ്പു ഹണ്ട, ഷാൻ, അങ്ങനെ സെലിബ്രിറ്റീസും ഇതിൽ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 20 ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മന്ത്ലി 10 ലക്ഷത്തിലധികം കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ഇതിലൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള ക്ലാസ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഹോബീസ് പഠിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ, ഐപാഡ്, സൈക്കിൾ, ആമസോൺ വൗച്ചേഴ്സ് അങ്ങനെ ഒരുപാട് പ്രൈസസും കാര്യങ്ങളും ഒക്കെ വിൻ ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏപ്രിലിൽ ഇവരൊരു കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് OnePlus സ്മാർട്ട് HD TV, യെല്ലോ ക്ലാസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗുഡീസ്, ബോട്ട് സ്റ്റോം വാച്ച്, 3 ലക്ഷം വരെയുള്ള സ്കോളർഷിപ്പ് ഇതൊക്കെ വിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് യെല്ലോ ക്ലാസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഈ പ്രൈസസ് വിൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആവും. സോ ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ കസിൻസോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് അത്രയ്ക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ഹോബീസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 7 ഹോബീസാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ let's do it. Hi all, it's me your brother and welcome back. So hobby number 1, read anything. വായന നമ്മളുടെ ബ്രെയിനിലെ പല ഏരിയാസിലെ ബ്രെയിൻ ഫങ്ഷൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ നിങ്ങൾ വായിക്കുന്നത് കോമിക് ബുക്സ് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, അങ്ങനെ എന്തോ ആവാം. നമ്മൾ വായിക്കുമ്പോൾ പുതിയ ഇൻഫോർമേഷൻസ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ആകും. പ്രോബ്ലം സോൾവിങ്, പാറ്റേൺസ് കണ്ടെത്തുക, മറ്റുള്ളവർ അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുമ്പോൾ അത് ശരിക്കും മനസ്സിലാക്കുക, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിലെ പാർട്സിനെ റീഡിംഗ് എന്ന ഹോബി ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും. ആൻഡ് അതേപോലെ അത് മെമ്മറി ഇംപ്രൂവ് ചെയ്യാനും ഇമാജിനേഷൻ ബെറ്റർ ആക്കാനും ഒക്കെയും ഹെൽപ്പ് ചെയ്യും. ബ്രെയിനിലെ റീജിയൻസ് തമ്മിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആണ് സിനാപ്സിസ്. ചില റിസർച്ചേഴ്സ് പറയുന്നുണ്ട് നമ്മൾ സ്പീഡ് റീഡിംഗ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് വായിക്കുകയാണെങ്കിൽ അത് സിനാപ്സിസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന്. ബിക്കോസ് ബ്രെയിനിനെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. സോ മിക്ക സ്റ്റുഡൻസിൻ്റെയും ഒരു മെയിൻ സ്കില്ലാണ് ഈ സ്പീഡ് റീഡിംഗ് എന്ന് പറയുന്നത്. നമ്പർ 2, ലേൺ ടു പ്ലേ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. വർഷങ്ങളായിട്ട് ന്യൂറോ സയൻറ്റിസ്റ്റുമാർ കുട്ടികൾക്ക് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എത്രത്തോളമാണ്, ലൈക്ക് മെമ്മറി, പ്രോബ്ലം സോൾവിങ്, സീക്വൻഷ്യൽ പ്രോസസ്സിംഗ്, പാറ്റേൺ റെക്കഗ്നിഷൻ, ഇത്തരത്തിലുള്ള അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നതിനെ പറ്റി റിസർച്ചസ് കണ്ടക്ട് ചെയ്യാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുമ്പോൾ അത് ഗ്രേ മാറ്റർ ഇൻക്രീസ് ചെയ്യുകയും ബ്രെയിനിലെ 2 ഹെമിസ്ഫിയേഴ്സുമായിട്ടുള്ള ന്യൂറൽ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു റീസൺ കാരണം സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മ്യൂസിക്കൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന്. ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുമ്പോൾ ബ്രെയിനിലെ 2 സൈഡും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യും. നമ്പർ 3, എക്സസൈസ് ഓൺ റെഗുലർ ബേസിസ്.
സയൻസ് ഇങ്ങനെയാണ് പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിൽ BDNF എന്നൊരു പ്രോട്ടീൻ ക്രിയേറ്റ് ചെയ്യും. ബ്ലഡ് ബ്രെയിനിലൂടെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് സെൽസ് ഈ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യും ആൻഡ് ഇത് നമ്മളുടെ മെമ്മറിയും ഫോക്കസും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള വൺ ഓഫ് ദ നോട്ടബിൾ എക്സ്പീരിമെൻറ്റ്സ് ആണ് ഫോട്ടോ മെമ്മറി ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ ഒരു എക്സ്പീരിമെൻ്റൽ ഗ്രൂപ്പും ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്. എക്സ്പീരിമെൻ്റൽ ഗ്രൂപ്പ് ടെസ്റ്റിന് മുന്നേ നന്നായിട്ട് എക്സസൈസ് ചെയ്തു, കൺട്രോൾ ഗ്രൂപ്പ് എക്സസൈസ് ചെയ്തില്ല. എക്സ്പീരിമെൻ്റൽ ഗ്രൂപ്പ്സിൻ്റെ റിസൾട്ട് ആയിരുന്നു ബെറ്റർ. ഇതിലെ മെമ്പേഴ്സിന് ഫോട്ടോയിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാനും സെർട്ടൈൻ ടൈമിന് ശേഷം അത് ശരിക്ക് ഓർത്തെടുക്കാനും സാധിച്ചു. നമ്പർ 4, ലേൺ എ ന്യൂ ലാംഗ്വേജ്. നമ്മളൊരു ശബ്ദം കേൾക്കുകയും അതിൻ്റെ മീനിങ് മനസ്സിലാക്കുകയും എന്നിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ പല ഏരിയാസും യൂസ് ചെയ്യുന്നുണ്ട്. ബൈലിംഗ്വൽ പീപ്പിൾ, അതായത് 2 ഭാഷ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ, അവരുടെ ലാംഗ്വേജ് സെൻറ്റേഴ്സിൽ കൂടുതൽ ഗ്രേ മാറ്റർ അടങ്ങിയിട്ടുണ്ടാവും. അവർക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും പറ്റും. ബിക്കോസ് റീസണിങ്, പ്ലാനിങ്, മെമ്മറി എന്നീ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ബ്രെയിനിൻ്റെ പാർട്സ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. സോ സയൻറ്റിസ്റ്റ് ഈ കാര്യത്തെ പറ്റി കുട്ടികളിലാണ് ആദ്യം പഠിച്ചത്. സോ കുട്ടികൾ 2 ഭാഷയും മാറി മാറി കേൾക്കുമ്പോൾ ഏത് ലാംഗ്വേജ് ആണ് പറയുന്നത്, അതിൻ്റെ മീനിങ് എന്താണ് എന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നത് അവരുടെ ബ്രെയിൻ ഫങ്ഷനിങ് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി. ആൻഡ് ലേറ്റർ ഈ സെയിം റിസൾട്ട് അഡൾട്ട്സിനും കിട്ടുന്നുണ്ട് എന്ന് കണ്ടെത്തി. നമ്പർ 5, എൻഗേജ് ഇൻ ക്യുമുലേറ്റീവ് ലേണിംഗ്. ക്യുമുലേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു കാര്യത്തെ വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, ലെയർ ബൈ ലെയർ ആയിട്ട് പഠിച്ചു പോവുക. മാത്സ് എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് ലേണിംഗ് ആണ്. നമ്മൾ ആദ്യം മാത്സിൻ്റെ ബേസിക്സ് പഠിക്കും, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ അത് ഉപയോഗിച്ച് വേർഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പഠിക്കും. പിന്നെ അൾജിബ്ര യൂസ് ചെയ്ത് ഇക്വേഷൻസ് പഠിക്കും. അങ്ങനെ ഒരു ലെയർ ബൈ ലെയർ എന്ന മോഡിലാണ് പഠിച്ചു പോവുക. നമ്മൾ പ്രായമാകുമ്പോൾ ജോലിയൊക്കെ നിർത്തുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ക്യുമുലേറ്റീവ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. ബട്ട് അങ്ങനെ ആവരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്യുമുലേറ്റീവ് ലേണിംഗ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവണം. നമ്പർ 6, എക്സസൈസ് ബ്രെയിൻ വിത്ത് പസിൽസ് ആൻഡ് ഗെയിംസ്. നമ്മളുടെ ബ്രെയിനിനെ ഒരു കമ്പ്യൂട്ടറായിട്ടും അതേപോലെ ഒരു മസിലായിട്ടും നമ്മൾ കാണണം. എത്രത്തോളം ഇൻഫോർമേഷൻസ് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്നോ അത്രത്തോളം ഫങ്ഷൻസ് അതിന് ചെയ്യാനായിട്ട് പറ്റും. എത്രത്തോളം നമ്മളുടെ ബ്രെയിനിന് എക്സസൈസ് കൊടുക്കുന്നോ അത്രത്തോളം സ്ട്രോങ്ങർ ആയിട്ട് അത് മാറും. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മളുടെ ബ്രെയിനിൽ പുതിയ കണക്ഷൻസ് ഫോം ചെയ്യും. അതിനെയാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ക്രോസ്വേർഡ് പസിൽസ്, ഡിഡക്റ്റീവ് തിങ്കിങ് ആക്ടിവിറ്റീസ്, ചെസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള വീഡിയോ ഗെയിംസ്, ഇതൊക്കെ നമ്മളുടെ ബ്രെയിനിനെ പുതിയ ഇൻഫോർമേഷൻസ് എടുക്കാനായിട്ട്, പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനുമൊക്കെ ഫോഴ്സ് ചെയ്യും. നമ്പർ 7, മെഡിറ്റേഷൻ ആൻഡ് യോഗ. ബുദ്ധിസ്റ്റുമാരും ഹിന്ദുക്കളുമൊക്കെ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നൊരു മിസ്കൺസെപ്ഷൻ പലരുടെയും ഇടയിലുണ്ട്. പക്ഷേ അത് ശരിയല്ല. റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചിന്തകളെ കുറച്ചുകൂടി നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഇൻക്രീസസ് ഫോക്കസ്, കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി. സ്റ്റുഡൻസിനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലേണിംഗ് ആൻഡ് മെമ്മറി കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ ഏരിയാസിലെ ഗ്രേ മാറ്റർ ഇൻക്രീസ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റുഡൻസിനൊക്കെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സ്റ്റുഡൻസിന് മാത്രമല്ല ഏതൊരു ഏജിലുള്ളവർക്കും മെഡിറ്റേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഞാൻ ഈ പറഞ്ഞ ഹോബീസ് എല്ലാം തന്നെ ഏതൊരാൾക്കും ഈസി ആയിട്ട് അവരുടെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ ഹോബീസ് എല്ലാം നമ്മളുടെ ബ്രെയിനിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യും. അതേപോലെ യെല്ലോ ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.